ഹലോ, വെൽക്കം ടു ജർമ്മൻ വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐക്കിയയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങിയാലോ. അപ്പോൾ നമ്മളിപ്പോൾ കയറുമ്പം തന്നെ അതേ കുറേ ഫർണിച്ചേഴ്സ് ഇങ്ങനെ പുറത്ത് കിടക്കുന്ന കാണാം. അപ്പോൾ ഇതൊക്കെ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന ഔട്ട്ഡോർ ഫർണിച്ചേഴ്സ് ആണ്. അപ്പോൾ ഇപ്പം ഇവിടെ സമ്മർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം കുറേ ഇങ്ങനത്തെയൊക്കെ ഫർണിച്ചറൊക്കെ വാങ്ങിക്കാൻ ആൾക്കാർ ഇക്കയിലോട്ടൊക്കെ വരും. അപ്പോൾ നമുക്കിപ്പം കയറുമ്പം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ഇടത്തെ സൈഡിൽ കാണാം. ഇത് കുട്ടികൾ, ഇപ്പം നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ ഷോപ്പിംഗ് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് പോയാൽ ആ ഫ്ലോർ മൊത്തം നമുക്കിങ്ങനെ അവരൊരു ഡെമോ കാണിച്ചിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെത്, ബാത്റൂം, കിച്ചൺ, ലിവിങ് ഏരിയ അതൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ ഐഡിയാസൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങിക്കാനും കിട്ടും. അപ്പം ബെഡ്റൂമൊക്കെ കണ്ടില്ല. അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ഐഡിയ കിട്ടും. പിന്നെ ഈ ഒരു ഡ്രോയർ, ഇതിനൊക്കെ ഓരോന്നിനും ഓരോരോ വിലയാണ് അവർ അവിടെ ടാഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു വാർഡ്രോബൊക്കെ ആക്കാൻ പറ്റും. പിന്നെ ഈ ഒരു €600 എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ലിവിങ് ഏരിയ ആണ്. ഇതിൽ ഈ എല്ലാ സാധനങ്ങളും ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ സാധനത്തിനും കൂടി ചേർന്നാണ് ഒരു €600 വരുന്നത്. അപ്പോൾ ഇതിന് ചെറിയൊരു വീട്, അപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഉള്ളവർക്ക് സ്ഥലം പരിധി അനുസരിച്ചിട്ട് അവർക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കിച്ചൺ ആയാലും എല്ലാത്തിനും അവരവിടെ വില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാം എത്ര വിലയാവുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ കുറേ വെറൈറ്റി ഓഫ് സോഫാസ് ആണ്. അപ്പം അവിടെ ലെതറിൻ്റെ ആണെങ്കിലും തുണിയുടെ ആണെങ്കിലും പിന്നെ സ്റ്റോറേജ് സ്പേസ് ഉള്ളതും ഒക്കെയുള്ള സോഫാസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ സിംഗിൾ ചെയർ അങ്ങനെ അതൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ഐക്കിയയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇത് 1943 സ്വീഡനിലെ ഒരു ചെറിയ പട്ടണത്തിൽ ഇംഗാർ കാംഫ്രഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ തുടക്കത്തിൽ ഇതൊരു മെയിൽ ഓർഡർ, കാറ്റലോഗ് ബിസിനസ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് ഇതൊരു റീറ്റെയിൽ, അതായത് ഹോം ഫർണിച്ചറിൻ്റെ ഒരു റീറ്റെയിൽ സ്റ്റോറായിട്ട് വളരുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ക്വാളിറ്റി പ്രോഡക്ട്സ് അഫോർഡബിൾ പ്രൈസിൽ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും സത്യം തന്നെയാണ്. നമുക്കിവിടെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് കിട്ടുന്നത്, അധികം വിലയൊന്നുമില്ലാതെ. അപ്പോൾ നമുക്കിപ്പോൾ ഈ കാണുന്ന ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇവിടെ കാണിക്കുന്ന വില പോലെ 10,809 ആണ്. അതായത് ഈ പാത്രവും സ്പൂണും ഒന്നുമല്ല, ഈ സ്റ്റൗവ്, മൈക്രോവേവ്, ഓവൻ, ഫ്രിഡ്ജ് അതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു നല്ലൊരു പ്രൈസാണ്. ഫ്രീസറും ഒക്കെ ഉണ്ട്. അപ്പം ഇതിപ്പോൾ നല്ലൊരു കിച്ചൺ അല്ലേ, നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇങ്ങനെയൊക്കെ രീതിയിൽ നമ്മുടെ സ്പേസിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ആരോ കാണുന്നില്ലേ, ഇതിങ്ങനെ അവരിങ്ങനെ ഡയറക്ഷൻ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ പോയാൽ നമുക്കൊന്നും മിസ്സാവാണ്ടാവും, പിന്നെ ഒന്നും റിപ്പീറ്റ് ആവത്തുമില്ല. അപ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു പ്ലാൻ ആ ഒരു സ്ഥലത്തിരുന്ന് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു കിച്ചണിൻ്റെ അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ ഒക്കെ സൈസ് അറിയാമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഫർണിച്ചർ എത്ര സൈസ് ഉള്ളത് വാങ്ങിക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ അവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവരുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കെല്ലാം അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫ്ലോറിൽ കൂടി നടന്ന് എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെ മേടിക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ടേപ്പും പിന്നെ
ഇപ്പം നമുക്ക് കാണാം ഇതുപോലത്തെ ഒരു ടേപ്പും പിന്നെ പേപ്പറും പെൻസിലൊക്കെ അവർ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു നമ്പർ അവിടുന്ന് ഓരോ സാധനത്തിലും കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് പോയാൽ താഴെ പോയിട്ട് നമുക്ക് അവിടുത്തെ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന അവിടുന്ന് പോയി നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഈ നോട്ട് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതനുസരിച്ച് നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പം കിച്ചൻ്റെ ഒരു ഡോറിനും പിന്നെ ആ ടേബിൾ ടോപ്പില്ലേ കിച്ചൻ്റെ ആ ടേബിൾ ടോപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഗ്രാനൈറ്റ് ആണോ വുഡിൻ്റെ ഇത് ഒക്കെയുള്ള പലതരം ഇതാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കതനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കിച്ചണും ബെഡ്റൂമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഓഫീസ് ടേബിൾ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കിത് ഇതൊക്കെ ഗെയിമിംഗ് ചെയറൊക്കെയാണ് കേട്ടോ ഈ കട ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു കാണുന്ന ടേബിൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ആവശ്യാനുസരിച്ച് തന്നെ അതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇപ്പം നിന്നുകൊണ്ടൊക്കെ തന്നെ നമുക്കിതിൽ ഇപ്പം എപ്പോഴും ഇരിക്കാണ്ട് ഇപ്പം നിന്നൊക്കെ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് ഉപകരിക്കും. പിന്നെ ഇതൊക്കെ ബെഡ്റൂം അവിടെ കുറേ ഉണ്ട്, ഇങ്ങനെ കണ്ടാലും ആ ഒരു ഫ്ലോർ നിറയെ ഇങ്ങനെ ബെഡ്റൂമിൻ്റെതായാലും ബാത്റൂമും കിച്ചണും ഒക്കെയാണ്. പിന്നെ ബെഡ്ഷീറ്റുകൾ, പലതരം ബെഡുകൾ, സിംഗിൾ ബെഡ്, കുട്ടികളുടെ ബെഡ്, അങ്ങനെ എല്ലാം ഒരു വീട്ടിന് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മളത് ഇപ്പോൾ കുട്ടികളുടെ ഒരു സ്ഥലത്തോട്ട് എത്തിയപ്പോൾ അവർക്ക് വേണ്ട ബെഡായാലും ടേബിളും ചെറിയ ചെയറുകളും ഒക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. പിന്നെ കുറേ സോഫ്റ്റ് ടോയ്സുകളുണ്ട്. അപ്പം അത് കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ടില്ലേ എന്തോരം വെറൈറ്റി ആയിട്ടുള്ള സോഫ്റ്റ് ടോയ്സാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ പറക്കിയെടുക്കാനേ നേരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കുട്ടിയുടെ ഏരിയയും കൂടി കഴിഞ്ഞ് ഈ ഡെമോയുടെ ഒരു സെക്ഷൻ അവസാനിച്ചു. പക്ഷേ ഈ സോഫ്റ്റ് ടോയ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇപ്പം ഫേർണിച്ചറൊക്കെ ഉള്ളൂ നമ്മൾ നോട്ട് ചെയ്ത് താഴെ പോയി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ക്ഷീണിച്ചല്ലോ കുറേ നടന്ന് വരുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്നത് അവരുടെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇക്കയുടെ എവിടെ പോയാലും അവരുടെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഈ റെസ്റ്റോറൻറ്റ് വരും. ആക്ച്വലി ഈ സമയം വൈകിട്ടായി, അതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. പിന്നെ ഇവിടുത്തെ ലഞ്ചൊക്കെ ആ ഒരു ടൈമിൽ നല്ല തിരക്കായിരിക്കും. കാരണം ഇക്കയുടെ സാധനങ്ങൾക്ക് മാത്രമല്ല, ഫർണിച്ചറിന് മാത്രമല്ല, ഇവിടുത്തെ ഫുഡിനും ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. നല്ല ഫുഡാണ് ഇവരുടെ, അതേപോലെ അഫോർഡബിൾ പ്രൈസും ആയിരിക്കും. അപ്പം ഉച്ച സമയത്തൊക്കെ വന്ന് എല്ലാവരും ഇവിടെ നിന്ന് നമുക്കൊരു സ്ഥലം പോലും കിട്ടില്ല, ഒരു ടേബിൾ പോലും കിട്ടില്ല നമുക്ക് ഇരിക്കാനായിട്ട്. അപ്പം ഞങ്ങൾക്കിപ്പം വൈകിട്ടായി, പോരാത്തതിന് ഞാനും ജാൻസി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ ഹെവി ഫുഡൊന്നും എടുത്തില്ല, നമ്മൾ ലൈറ്റായിട്ടൊരു സിനമൺ റോളും ഒരു ഹോട്ട് ചോക്ലേറ്റും ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് സാധനം എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് ബില്ല് ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഡൈനിങ് ഏരിയ ആണ് അവർക്കുള്ളത്. അപ്പം അവിടെ പോയിരുന്നു കുറച്ച് നേരം ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തു. എന്തായാലും കുറേ നേരം നടന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു, കാപ്പിയല്ല ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചിട്ട് ഇനിയാണ് നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് പോകുന്നത്. നമ്മൾ ഇറങ്ങുമ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ആകർഷിക്കാൻ അവരിങ്ങനെ സൈഡിൽ ഓരോന്ന് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി ഈ നാഗവല്ലി ആഭരണപ്പെട്ടി എടുക്കുന്ന പോലെയാണ്. ഇത് വേണോ അത് വേണോ ഏത് വേണം, അതായത് ഒരു സാധനം എടുക്കാൻ പോകുന്ന
നമ്മൾ ഒരു 10 സാധനവും കൊണ്ടായിരിക്കും നമ്മൾ ആ ഐക്യയിൽ നിന്ന് ഇറങ്ങുന്നത്. അതുമാതിരി വെറൈറ്റി ഓഫ് സാധനം അവിടെ ഇഷ്ടമാതിരി പ്രോഡക്ട്സ് എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ടില്ല. ഈ ഭരണിക്കുപ്പിയൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്നതാണ്. ശരിക്കും ഞങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വേറൊരിടത്തോട്ട് പോകുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം 1-2 സാധനങ്ങൾ എടുത്തോളൂ. അപ്പം പാത്രങ്ങളായാലും സ്പൂണായാലും മഗ്ഗാണെങ്കിലും ഒന്നും പറയണ്ട, നമുക്ക് കാണുമ്പോൾ അതൊക്കെ ഇങ്ങനെ എടുക്കാൻ തോന്നും. അത്ര രസമാണ്. ആ താഴത്തെ ആ ഒരു ഫ്ലോറിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, ചുറ്റുമൊന്നും നമ്മൾ കാണില്ല. അപ്പം നമ്മളിത് നടന്ന് ലാസ്റ്റ് ഒരു ഏരിയയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചിങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ ഇപ്പം എന്തേ ഒറിജിനൽ ഇപ്പോൾ സമ്മറും കൂടിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല കുറേ ഒറിജിനൽ പ്ലാന്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള പോട്ടും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ച്, അപ്പോൾ ഇതാണ് നമ്മൾ അതും കൂടി കഴിഞ്ഞ് പുറത്തോട്ട് ചെടിയുടെ സെക്ഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ ആ ഒരു സ്റ്റോർ റൂം ഏരിയ ആയി. ഇവിടെ നിന്നാണ് നമ്മുടെ ഫേർണിച്ചറൊക്കെ നമ്മൾ ആ മുകളിൽ ഡെമോയിൽ അവിടെ നോട്ട് ചെയ്തത്. നമുക്ക് ആ ഒരു സീരിയൽ നമ്പർ പോലെ ഉണ്ട്. അത് നോക്കിക്കൊണ്ട് നമ്മുടെ സാധനങ്ങൾ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അവിടുന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് അങ്ങ് ബില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയൊരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇത് നമ്പർ അടിച്ചു കൊടുത്താൽ ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ 1 2 5 ഇങ്ങനെ കാണിക്കുന്നില്ലേ, 6 7 8 എന്നൊക്കെ കാണിക്കുന്നില്ലേ. അപ്പോൾ അവരത് കുറച്ചും കൂടി എളുപ്പമാക്കി തരും നമ്മുടെ സാധനം എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ തന്നെ ഒരു സെക്കൻഡ് ചാൻസ്, അതായത് ഒരു ഡിസ്കൗണ്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് ഇതായി. ഇപ്പോൾ ഈ ഒരു സോഫയ്ക്കൊക്കെ 500 സംതിങ്ങിന് 299 കിട്ടും. അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ അവരെ ഡിസ്കൗണ്ടിലൊക്കെ വെക്കുന്നതൊക്കെ ആ ഒരു ഏരിയയിലാണ്. അവിടെ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞത് ഞങ്ങൾ ബില്ല്, അപ്പം അവിടെ ബില്ല് ചെയ്യാൻ ആൾക്കാർ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സ്വയം ബില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പം തന്നെ അവരുടെ ഒരു ചെറിയൊരു ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അതായത് സ്വീഡിഷ് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ്സും കേക്ക്സും ഒക്കെ അവരുടെ കുറച്ച് സ്പെഷ്യാലിറ്റി ഐറ്റംസ് ആണ് അവിടെ കിട്ടുന്നത്. അതിൽ മീറ്റ് ബോൾസ് അവരുടെ ഒരു സ്പെഷ്യൽ ഇതാണ് കേട്ടോ, നല്ല മീറ്റ് ബോൾസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ അവിടെ തന്നെ അടുത്തൊരു ചെറിയൊരു ഷോപ്പിൽ ഐസ്ക്രീമും ഹോട്ട് ഡോഗ്സ് ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ അധികം സമയമൊന്നും കളയാതെ പെട്ടെന്ന് റെസ്റ്റോറൻറ്റിലോട്ട് പോയി. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു. പിന്നെ എല്ലാവരും മെനു ഒക്കെ നോക്കി എന്ത് ഓർഡർ ചെയ്യണമെന്നൊക്കെയുള്ളൊരു തിരക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള കോക്ടെയിൽസും ഫുഡും സ്റ്റാർട്ടേഴ്സും ഒക്കെ ഓർഡർ ചെയ്ത്. അപ്പം നമ്മളിപ്പം എപ്പോഴും എല്ലാവരും ഡാൻസുമായിട്ടൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വളരെ ചില്ലായിട്ട് ഒരു ഈവനിങ് ആയിരുന്നു. എല്ലാവരും നല്ല കുറേ നേരമൊക്കെ ഇരുന്ന് നമുക്ക് സംസാരിക്കുകയും പിന്നെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് അപ്പം മനസ്സും വയറും ഒക്കെ എല്ലാവരുടെയും നിറഞ്ഞു. പിന്നെ അതേ ഫുഡ് ഓരോന്നായിട്ട് അങ്ങോട്ട് വന്നു തുടങ്ങി. പിന്നെ ആർക്കൊട്ടും സമയം ഉണ്ടായിരുന്നില്ല കഴിക്കുക എന്നുള്ളൊരു ഇതേ ഉള്ളായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പം സുഷി അത് മാത്രമല്ല അവിടെ പല ടൈപ്പ് ഫുഡ് നമുക്ക് കിട്ടും. അപ്പം എല്ലാം നല്ല അടിപൊളി ഫുഡായിരുന്നു.
ലാസ്റ്റ് ഡെസേർട്ടും ഒക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ നിറഞ്ഞൊരു പരുവായി. അപ്പം നമ്മൾ ഏകദേശം അവിടെ ആ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നവരെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അവിടെ ഉള്ള ഒരു എംപ്ലോയിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ടേബിൾ നിറയെ ഫുഡുകൾ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങൾ വെറുതെ ഒരു രസത്തിനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ അന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പം അടുത്ത ആഴ്ച വേറൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ബൈ.